ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു ശ്രീനഗർ. നമ്മൾ നിൽക്കുന്നത് ശ്രീനഗറിലെ ലാൽ ചൌക്കിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ലാൽ ചൌക്ക് എന്ന് പറയുന്നത് ശ്രീനഗറിന്റെ കശ്മീരിന്റെ ഒക്കെ രാഷ്ട്രീയ ഭാഗധേയങ്ങളിൽ ഒരുപാട് പങ്കുള്ള ഒരു സ്ഥലമാണ്. നെഹ്റു അടക്കം വന്നിട്ടുള്ള പ്രധാനമന്ത്രിമാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ളയുടെ ഒക്കെ ആദ്യകാല രാഷ്ട്രീയ കാലത്തൊക്കെ അവരുടെ രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പൊക്കെ നിർണായകമായി പങ്കുവച്ചൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. പ്രേക്ഷകർക്ക് പിന്നിൽ കാണാം ശ്രീനഗറിന്റെ ക്ലോക്ക് ടവറാണ്. അതിന്റെ പിന്നിൽ കാണാം മനോഹരമായ മലനിരകൾ. ആ മലനിരകൾക്കപ്പുറമാണ് കേട്ടോ പീർപഞ്ചാൽ എന്ന് പറയുന്ന മലനിര. പീർപഞ്ചാലിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ വെടിവെച്ചിട്ട ശേഷം ഈ തീവ്രവാദികൾ കടന്നു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അവിടെയൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാട് നടുങ്ങിയ പഹൽഗാം കൂട്ടക്കുരുതിയുടെ ദിവസങ്ങൾക്കിപ്പുറം നിൽക്കുന്നു. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിവിടെ സെൻസ് ചെയ്യാം. ഇവിടെ ഇറങ്ങി ഞാൻ ആദ്യം ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ട് ഇറങ്ങി ടാക്സി ഡ്രൈവറോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചവരാണ്. അതിന്റെ മൂർധാവിനാണ് ആ ഭീകരർ അല്ലെങ്കിൽ അധമ മനുഷ്യർ, നികൃഷ്ട മനുഷ്യർ കത്തിവെച്ചത് എന്നടക്കമുള്ള പറയുന്നുണ്ട്. അവരുടെ നിരാശ, അവരുടെ രോഷം ഒരു തദ്ദേശവാസികൾ അത് മറച്ചുവെക്കാതെ തന്നെ പറയുന്നുണ്ട്. നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഇന്ത്യയുടെ തിരിച്ചടി എപ്പോൾ എന്ന ചോദ്യം വളരെ സജീവമായി തന്നെ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഇന്ന് കരസേനാ മേധാവി ഇങ്ങോട്ടേക്ക് വന്ന് ചില ചർച്ചകൾ നടത്തിയിരുന്നു. എപ്പോഴാണ് സൈനികമായ ഒരു മറുപടി എന്ന കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും നയതന്ത്ര മറുപടികൾ പല രീതിയിൽ പല രൂപത്തിൽ നടക്കുന്നു. അതിനിടയിൽ പ്രേക്ഷകർ കേട്ടു, ഇഷാഖ് ദർ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ, നിരപരാധികളെ, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചിട്ടവരെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് സ്വാഭാവികമാണ്, നമ്മൾ ഒരുപാട് കേട്ടതുമാണത്. ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയുകയും ഇത്തരം തീവ്രവാദികളെ അവർ തോക്ക് കയ്യിൽ കൊടുത്ത് പറഞ്ഞുവിടുന്നവരെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ നിലപാട് നമുക്ക് പുതുമയല്ല. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ വിപത്തിന്റെ ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിരപരാധികളായ ഒരാളുടെ നേരെ പോലും പോയിന്റ് ബ്ലാങ്കിൽ അവർക്ക് ജീവൻ നഷ്ടമാകാത്ത തരത്തിൽ ആ വിപത്തിന് വേരൊറുക്കണ്ടേ എന്നതാണ് ചോദ്യം. അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രീനഗറിൽ നിന്നും എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ എസ് ഡിന്നി, ശ്രീ രാജു പി നായർ, ശ്രീ ടി പി ജയന്തരമാസ് എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ചർച്ചയിലേക്ക് വരും മുമ്പ് ബൽറാം നെടുങ്ങാടി, ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് പിറ്റേനാൾ മുതൽ ഇവിടെയുണ്ട്, വളരെ സജീവമായുണ്ട്. ഇന്നിപ്പോൾ ബൽറാം, ഇപ്പോഴും നമുക്ക് ആ ഭീകരരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പീർപഞ്ചാൽ മേഖലയിൽ കടന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ആ മലനിരകളുടെ അങ്ങേ അറ്റത്ത് ഏതാണ്ട് പകുതിയോളം വരുന്ന വലിയ സൈനിക സാന്നിധ്യമുള്ള മേഖലയാണ് പീർപഞ്ചാൽ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? ആ തെരച്ചിൽ എന്തായി? ഇന്ന് പഹൽഗാമിൽ ശ്രീനഗർ മേഖല നടന്നത് എന്തൊക്കെയാണ്? ഹഷ്മി, ഈ ഒരു മലനിരയ്ക്ക് ഏതാണ്ട് കിഴക്ക് വശത്തായാണ് പീർപഞ്ചാൽ മേഖല. അത് സൈനിക സാന്നിധ്യം, CRPF ക്യാമ്പ്, ഒപ്പം തന്നെ പരിശീലന കേന്ദ്രം അടക്കമുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് ആ ഒരു വലിയ മലനിരകളുടെ ഒരു ഭാഗത്തേക്ക് ഈ ഭീകരവാദികൾ ഒളിച്ചു കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർക്ക് വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും നിരത്തിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും CRPF, ഒപ്പം തന്നെ ഈ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘം എന്നിവരാണ് തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം മറ്റ് ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിനായി സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ മേഖല ഉൾപ്പെടുന്ന പഹൽഗാം ഉൾപ്പെടുന്ന പ്രദേശത്ത് 50 കിലോമീറ്ററോളം കഴിഞ്ഞ മണിക്കൂറുകളായി 2-3 ദിവസമായി തെരച്ചിൽ തുടരുകയാണ്. ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘവും CRPFന്റെ സംഘവും ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത, തിങ്ങി തൂർന്നു നിൽക്കുന്ന ഈ പൈൻമരക്കാടുകൾക്കുള്ളിൽ തെരച്ചിൽ നടത്തുക, ആകാശമാർഗം തെരച്ചിൽ നടത്തുന്നത് പ്രായോഗികമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ ഇറക്കി, സൈനികരെ ഇറക്കിയുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഈ ഭീകരവാദികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഉപയോഗിക്കാതെയാണ് ഇവിടെ എത്തി ഈ നരാധമത്വം ചെയ്തു മടങ്ങിയത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിൽ. ഇനിയുള്ളത് തിരിച്ചടി എന്നുള്ളത് തന്നെയാണ്. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അതിനായുള്ള ആസൂത്രണങ്ങൾ നടന്നുവരുന്നു. പ്രത്യേകിച്ചും കരസേനാ മേധാവിയുടെ സന്ദർശനം തന്നെയാണ് ഇന്ന് ഈ ജമ്മു കശ്മീരിൽ നടന്ന ഏറ്റവും വലിയ ഒരു നീക്കം എന്നുള്ളത്. ഉന്നതതല യോഗങ്ങൾ പ്രധാനമന്ത്രിയുടേതും ആഭ്യന്തരമന്ത്രിയുടേതും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുടേതുമായി ചേർന്ന ശേഷമാണ്, ഒരു തീരുമാനം എടുത്ത ശേഷമാണ്
ശേഷമാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ജമ്മു കശ്മീരിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ കണ്ടത് നോർത്തേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ സച്ചീന്ദ്ര കുമാറിനെയാണ്. എന്താണ് ഗ്രൗണ്ട് സീറോയിൽ നൽകേണ്ട മറുപടി എന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് കൈമാറിയിരിക്കുന്നു. തുടർന്ന് ഇനിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഏറെ നിർണായകം. ശക്തമായ തിരിച്ചടി ഈ ഭീകരരെ പിന്തുണയ്ക്കുന്നവരെ, ഭീകരരെ അയച്ചവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു തീരുമാനം. ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി നടപ്പാക്കാനുള്ള മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാണ് ഇന്നത്തെ ജമ്മു കശ്മീരിലെ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഹാഷ്മി. ഓക്കെ ബൽറാം. അപ്പോൾ അതാണ് ഇന്നിവിടെ നടന്ന ചർച്ചകൾ. ഉറപ്പായും ഈ പറഞ്ഞ നയതന്ത്ര നീക്കങ്ങൾക്കൊക്കെ അപ്പുറം നയതന്ത്ര തിരിച്ചടി വേണ്ട എന്നുള്ളതല്ല, അത് അനിവാര്യമാണ്. പലതരത്തിൽ പല ഗോളുകളിൽ ടെട്രാഹെഡ് എന്നൊക്കെ പറയുന്നത് പോലെ പല ഗോളുകളിൽ നടപടികൾ ഉണ്ടാകുമ്പോൾ തന്നെ പ്രകടമായ എവിഡന്റായ മരിച്ചവർക്കുള്ള നീതി എന്ന് പറയുന്നത് ഉറപ്പായും സൈനികമായ മറുപടി തന്നെയാണ്. സൈനികമായ മറുപടി എപ്പോഴും ഉണ്ടാകും എന്ന ചോദ്യം സജീവമായി നിൽക്കും. ഞാൻ ഗസ്റ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ കുറെ മലയാളി ഹായ് ബൈ എവിടുന്നാ? കണ്ണൂരാണ്. ഇവിടെ വർക്ക് ചെയ്യാണ്, ടൂർ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. കുറെ നാളായിട്ടുണ്ട്. കുറെ നാളായിട്ടുണ്ട്. നമ്മളിവിടെ രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഡ്രൈവർമാർക്ക് പറയായിരുന്നു ഈ സംഭവം അവർക്ക് വലിയ ആഘാതമാണ്. നേരത്തെ വലിയ ഒരുപാട് ആൾ വരുന്നു, ഇതോടെ എല്ലാം ഇല്ലാതായിരുന്നു നിരാശ പറയുന്നുണ്ടായിരുന്നു. എന്താണ്? വളരെ നിരാശയിലാണ് ഞാൻ ഇന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ബ്ലോക്ക് കാര്യങ്ങൾ, ഞങ്ങൾക്ക് ലോക്കൽ സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സീസൺ ടൈമിൽ നമ്മൾ ഓടിയെത്തത്തില്ല. ഇന്നിപ്പോൾ ഒരുപാട് സമയമാണ്. ഇന്നിപ്പോൾ നിഷാദ് ഗാർഡനിൽ വിജനമായി നിൽക്കുക. റോഡായാലും ഒക്കെ മൊത്തത്തിൽ ഇവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ നിരാശയിലാണ്. എല്ലാവരും വളരെ സങ്കടത്തിലാണ്. എല്ലാത്തിനും റേറ്റ് കുറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന മുംബൈ ശ്രീനഗർ ഫ്ലൈറ്റിലൊക്കെ പകുതിക്കും ആളില്ലായിരുന്നു. ആൾക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താവണം. ഒരുപാട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പ് തന്നെ, എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പം 100 പേരുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇനി 28-ാം തീയതി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരും 30 പേരാണ്. അവർ കുറേ പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ക്യാൻസലാണ്. ഓക്കെ, ഒരുപാട് പേര് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അടുത്ത മാസം എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു സീസണിൽ നമ്മൾ തന്നെ, ഞാൻ നെക്സ്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്, അടൂരാണ് ഓഫീസ്. പക്ഷേ നമ്മൾ ഈ മാസം തന്നെ 548 പേര് ഇവിടെ വന്നു. ഏപ്രിലിൽ, അതായത് ഇനി നെക്സ്റ്റ് മന്ത് മെയ്യിൽ നമുക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പെൻഡിങ്ങിലാണ്. ഒരുപാട് പേര് സങ്കടം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ 40 പേര് ഇവിടെ തന്നെ ഉണ്ട്. ലാൽ ചോക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ള മുഹമ്മദ് അർഷക്. എവിടുന്നാ? തൃശ്ശൂര്. ഇവിടെ ടൂറായിട്ട് വന്നാ? അപ്പൊ എന്നിട്ട് എല്ലാം കണ്ടോ? 3 ദിവസമായി. 3 ദിവസം കൊണ്ടും ബാക്കിയുണ്ട്. ഞങ്ങൾ പട്ടാമ്പിന്ന്. ഞങ്ങള് 28 പേരുണ്ട്. ഞങ്ങള് നേരത്തെ വന്നോ സംഭവത്തിന്? വെള്ളിയ ദിവസം വന്നു. ഞങ്ങൾ ഒരാഴ്ച കൂടി ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കാണാം. ബൈ സലാം. ഓക്കെ. ഇവിടുത്തെ പ്രദേശവാസികളോട് മൈക്ക് വെക്കുമ്പോൾ അവർ അത്ര പെട്ടെന്ന് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പല ഭീതികൾ, പല ആശങ്കകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം. നമ്മൾ ഒരുപാട് പേരെ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം പരമാവധി പ്രദേശവാസികളോട് നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വലിയ നിരാശ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ഫ്ലറിഷ് ചെയ്ത് വരുന്ന, അവരുടെ ജീവിതം ഒന്ന് പൂത്തു തളർത്തു വരുന്ന ആ സമയമാണ്. വെള്ളം എന്തായിരുന്നു അത് പറഞ്ഞെന്താണ്? ചാർ ദിൻ കാ ചാന്ദിനി ഫിർ അന്ധേരി. ഒരാൾ പറഞ്ഞത് ചാർ ദിൻ കാ ചാന്ദിനി ഫിർ അന്ധേരി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 4 ദിവസം അവിടെ ചന്ദ്രൻ നിൽക്കും, നല്ല നിലാവുള്ള രാത്രി, അത് കഴിയുമ്പോൾ പിന്നെയും അന്ധകാരമാണല്ലോ ഞങ്ങളുടെ വിധി എന്ന് പറയുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടു. അപ്പൊ അതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് സാഹചര്യം.